എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു കൂട്ടാനുണ്ടാക്കാം. ചേട്ടാ, നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാമേ. ഇത് 1/2 കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തേക്കുവാണേ. ഇതുപോലൊക്കെയുള്ള വെണ്ടയ്ക്ക എടുക്കണം. ഒത്തിരി വലിയ വെണ്ടയ്ക്ക എടുക്കരുത്. അതിനകത്ത് അരിയൊക്കെ കാണും, അത് മൂത്തതാ, അത് വേണ്ട നമുക്ക്. നമുക്ക് ഈ വെണ്ടയ്ക്കായെ ഈ അറ്റവും ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിങ്ങനെ വെണ്ടയ്ക്കയെല്ലാം അറ്റം കണ്ടിച്ചു കൊണ്ടുവന്നേ. നമുക്ക് ഓരോ വെണ്ടയ്ക്കായി എടുത്ത് ഇതിങ്ങനെ മുറിക്കാം. പോലെ മുറിച്ചെടുക്കാമേ. വെണ്ടയ്ക്കയെല്ലാം നമ്മൾ മുറിച്ചെടുത്ത് ഇനി നമുക്കിത് കറി വെക്കാനുള്ള നോക്കാം. വെണ്ടയ്ക്കയെല്ലാം മുറിച്ചെടുത്ത് ഇത് കറി വെക്കാം. അത് നോക്കാമേ എങ്ങനെയാന്ന്. 2 മുളക്, ഒരു ചെറിയ കഷ്ണം പട്ടയും, 2-3 ഗ്രാമ്പൂ, ജീരകം, മല്ലി, പെരിഞ്ജീരകം, കറങ്ങാണ്ടി. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. മല്ലി, പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ടയും, 3-4 ഗ്രാമ്പൂ, മുളക് വറുത്തെടുക്കാം. ഇവിടെ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് പറങ്ങാട്ടിയൊക്കെ ഇട്ടിടാം. നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാമേ. ഇത് തണുക്കട്ടെ ഇവിടെ ഇരുന്നേ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക നമുക്ക് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടാമേ. ഒരു സ്പൂണ് കടലപ്പൊടിയാണ് ഇത്, കടലമാവ്, ബേസൻ, അതും കൂടി ഇടാം. ഒരു കോട്ടിങ് കിട്ടാനാണ് ഇതിടുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് കഴിയുമ്പോൾ ഇത് അടിക്ക് പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നുക. അപ്പൊ തീ അങ്ങ് കുറച്ച് വെക്കണം. എണ്ണയൊന്നും കോരി ഒഴിക്കരുത്. ഇച്ചിരി ഒന്ന് അടിക്ക് പിടിക്കും, അത് കുഴപ്പമില്ല. അത് പൊടി ഇട്ടത് കൊണ്ടാണ്. ആദ്യം നമ്മൾ മസാല പൊടിച്ചതിനകത്ത് മുളക് ഇട്ടതാണ്, അതനുസരിച്ചിട്ട് മുളക് ഇടണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂണ്. എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. അങ്ങോട്ടിടാം. കുരുമുളക് പൊടി ഇടാമേ. ഒരു 2 നുള്ള് കുരുമുളക് പൊടി ഇട്ടു. അത് ഒന്ന് ഇളകാൻ. നമ്മൾ കടലമാവ് ഇട്ടായിരുന്നല്ലോ. കടലമാവ് ഇടുമ്പോൾ ഇച്ചിരി കായപ്പൊടിയാണേ. കായപ്പൊടി ഇട്ടു. നമുക്കൊന്ന് ഇളക്കാം. അതിച്ചിരി ഒന്നിട്ടാലും മതി. അയമോദകം, അച്ചുവായനെന്ന് പറയുമേ, അത് ഇച്ചിരി ഇട്ടാലും മതി. ഒന്നിൽ കായപ്പൊടി ഇടണം, അല്ലെങ്കിൽ അച്ചുവായൻ ഇടണം. ഇത് നമ്മൾ ആദ്യം ഒരു മസാല ഉണ്ടാക്കി പൊടിച്ചില്ലായിരുന്നോ, അതിങ്ങോട്ട് ഇടാമേ. അതായത് മുളക്, ജീരകം,
പെരിഞ്ചീരകം, കപ്പലണ്ടി എല്ലാം കൂടെ പൊടിച്ചതാണ് ഇത്. ഒരു വേവിൻ്റെ ആവശ്യമില്ല, എന്നാലും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചൊന്നും വെക്കണ്ട. അടച്ചു വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങുമേ. അതുകൊണ്ട് അടയ്ക്കരുത്, തുറന്നു വെച്ചാൽ വേവിക്കണ്ടേ. നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.